നമസ്തേ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഞാൻ ഇന്ന് തേക്കടിയിലേക്കൊരു യാത്ര പോവുകയാണ്. ഒരു അടിപൊളി റിസോർട്ടുണ്ട്, WGH പോയട്രി. പോകുന്ന വഴിക്ക് ഒരു ബ്രേക്ക് എടുത്തു. മുണ്ടക്കയം വഴിയാണ്, മുണ്ടക്കയത്താണ് ഒരു ബ്രേക്ക് എടുത്തത്. ചായയൊക്കെ കുടിച്ചൊന്ന് ഉഷാറായിട്ട് വീണ്ടും യാത്ര തിരിച്ചു. നമ്മൾ 2 വീലർ പോയത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ WGH പോയട്രിയിലെത്തിക്കഴിഞ്ഞു. ചെന്നപ്പോൾ നമുക്ക് മാലയും ചന്ദനമൊക്കെ ഇട്ട് തരുന്നു ഗൈസ്. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഇതാണ് റിസപ്ഷനിലെ ആ ഒരു ഏരിയ. ഒരു കുട്ടി ഷോപ്പുണ്ട്. നല്ല അടിപൊളി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടും. നല്ല കളക്ഷൻസ് ആണ് കേട്ടോ. കമ്മലൊക്കെ നല്ല ഭംഗിയുള്ളതുണ്ട്. അത് കഴിഞ്ഞ് നേരെ കുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി. കഥകളൊക്കെ പറഞ്ഞ് നമ്മളെ ആ കോട്ടേജിലേക്ക് കൊണ്ടുപോവാണ്. ഒരു സത്യം പറയാം, ഒരു 10 മിനിറ്റ്സോളം വാക്കുണ്ട് ഈ കോട്ടേജിലേക്ക്. അങ്ങനെ റൂം എത്തി. നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ റൂം. ഇവിടുന്ന് ബാൽക്കണിയിലുള്ള വ്യൂ ആണ്. ഫുൾ ഗ്രീനറി ആണ്. വലിയ വ്യൂ എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് നല്ല ഒത്തിരി മരം, പച്ചപ്പും ഹരിതാപം ഒക്കെയാണ്. അങ്ങനെ റൂമിലൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് വീണ്ടും പ്രോപ്പർട്ടി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇത് WGH പോയട്രിയിൽ ഒരു പോർഷനാണ് കേട്ടോ. ഈ കാണുന്ന ഇത് ഒത്തിരി പൂക്കളുണ്ട്. പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ പ്രത്യേകം വരണം കേട്ടോ. വലിയ വില കൂടിയ ചെടികൾ എന്നല്ല പറയുന്നത്, കാട്ടുപൂക്കളാണ്. പക്ഷെ അത് അവർ പ്ലേസ് ചെയ്തിരിക്കുന്നതും അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതൊക്കെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഫോട്ടോ ഒക്കെ എടുക്കാൻ അസലാണ് ഇവിടെ. ഞാനവിടെ കുറേ റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതും വേറൊരു പോർഷനാണ്. നമ്മൾ പോകുന്ന ഒരു പാസേജിലെ ആ പാത്തിലൊക്കെ 2 സൈഡിലായിട്ട് ഇങ്ങനെ ജമന്തി പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ നടന്ന് ഞാൻ ലാസ്റ്റ് ഒന്ന് ഇരുന്നു. അത് കഴിഞ്ഞ് നേരെ പൂൾ ഏരിയയിലോട്ട് പോയി. പൂളിൽ ഇറങ്ങാമെന്ന് കരുതിയാൽ വന്നേ, പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇതൊരു വീക്കെൻഡ് ആയിരുന്നു. അതും സ്കൂൾ വെക്കേഷൻ ടൈം ആയത് കാരണം ഒത്തിരി കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. കാരണം സ്വിമ്മിങ് ഒന്നും നടന്നില്ല. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ ഇവിടുന്ന് കാണാനൊക്കെ. ഇൻഫിനിറ്റി പൂളാണ്. മാത്രമല്ല ഇത് എന്താ പറയുക, 2nd ഫ്ലോറിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഭയങ്കര വ്യൂ ആണ്. ഇവിടുന്ന് നോക്കുന്നത് ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ ഭയങ്കര ഭംഗിയാണ്. അത് ചെറിയൊരു കോടയൊക്കെ അവിടുന്ന് അങ്ങ് എവിടുന്നോ വരുന്നുണ്ടായിരുന്നു. പിന്നെ WGH പോയിട്ട് ദ ബെസ്റ്റ് ഹൈലൈറ്റ് അല്ലെങ്കിൽ ദ ബെസ്റ്റ് പ്ലേസ് എന്ന് പറയുന്ന ഇവിടുത്തെ ഈ ഒരു റിസോർട്ടിലെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലമാണ്. ഏറ്റവും റൂഫ് ടോപ്പിലുള്ളതാണ് ദ ബെസ്റ്റ്. അയ്യോ എന്തോരം ഭംഗിയാണെന്നറിയോ. ആ ഒരു കാറ്റ്, തണുപ്പ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പോയ ഭയങ്കര മഴയായിരുന്നു. ഇത് കഴിഞ്ഞ ഉടനെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു ഇടിമിന്നൽ ഒക്കെ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റുമായിരുന്നു ക്ലൗഡ്സിൽ. കുറേ പേര് ഇവിടെ ഇരുന്ന് മഴ നനയുന്നത് കണ്ടു. അത് കണ്ട് നമുക്ക് പ്രചോദനം തോന്നി. ഞാനും എൻ്റെ ഫ്രണ്ടും മഴ നനഞ്ഞു. കുറേ വീഡിയോ അവിടെ നിന്ന് എടുത്തു. ഭയങ്കര രസമായിരുന്നു കേട്ടോ. അങ്ങനെ മഴയൊക്കെ നനഞ്ഞപ്പോൾ ഭയങ്കര വിശപ്പായി. നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ബുഫേ ആയിരുന്നു. 7:30 to 10 ആണ്. നമ്മൾ 7 o'clock അവിടെ പോയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു തുടങ്ങിയിട്ടില്ല എന്ന്. പിന്നെ അവിടെ പോസ്റ്റായിട്ടിരുന്നു. അപ്പോൾ ഗൈസ്, ഞാൻ ഡിന്നർ നമ്മുടെ ഡെസേർട്ട് കഴിച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ബുഫേ സത്യം പറയാൻ ഓണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂയാണ്. എക്സലൻറ്റ് ഫുഡ്. എക്സലൻ്റ് എന്നാൽ ഇവിടുത്തെ സൂപ്പ് മുതൽ ഡെസേർട്ടിൻ്റെ ഐറ്റംസിന് ഒത്തിരി വെറൈറ്റി ഉണ്ട്. ഒത്തിരി വെറൈറ്റി ഉണ്ട്. ഓരോന്നും ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വരുമ്പോൾ എന്തായാലും ഫുഡ് നിങ്ങൾ ട്രൈ ചെയ്യുക. ഈവൻ ഇവിടുത്തെ ഫിഷ് പിക്കിൾ വരെ ഭയങ്കര രുചിയൊക്കെ. വെറുതെ ഇത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഫിഷ് പിക്കിൾ എന്തായാലും. അപ്പോൾ ഞാൻ ഈ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും അതിനെക്കുറിച്ചാണ് ഒത്തിരി റിവ്യൂ ഞാൻ കേട്ടിട്ടുള്ളത്. ഭയങ്കര എക്സലൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന്. ഞാനിപ്പോൾ ഡിന്നറാണ് പറയുന്നത്. പ്ലീസ് കം ആൻഡ് ട്രൈ. അങ്ങനെ നല്ല ഫുഡൊക്കെ കഴിച്ച് സുഖമായി കിടന്നുറങ്ങി. അത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം. ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാനിപ്പോൾ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. കോംപ്ലിമെൻ്ററി ആണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇന്നലത്തെ ഡിന്നർ അടിപൊളിയായിരുന്നു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് ഞാൻ കഴിച്ചിട്ട് ഞാൻ പറയാം. അപ്പോൾ ഇവിടുത്തെ പ്രോപ്പർട്ടിയാണ്. ഒത്തിരി ചെടികളാണ്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒത്തിരി സ്പോട്ടുണ്ട് ഇവിടെ. എല്ലാം ഫുൾ ഷെയിമാണ്. ഈ 7 ഏക്കറിലെ ഒരു സെക്ഷനാണ്. കുറേ സെക്ഷൻ നമ്മൾ പോയില്ല, കാരണം
ഒത്തിരി നടക്കാനുണ്ട്, ഒത്തിരി നടക്കാൻ വയ്യ. കുറേ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഞാൻ വീഡിയോ ആയിട്ട് തരാം. അപ്പോൾ നമ്മൾ പോകുന്ന വഴി കാണിക്കാം. ഒത്തിരി ഉണ്ട് നടന്ന് കാണാനായിട്ട്. പക്ഷേ നമ്മൾ കുറച്ച് ടയേർഡായിരുന്നു, അതുകൊണ്ട് കുറച്ച് പോർഷനെ നമ്മൾ കണ്ടുള്ളൂ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഈ ഒത്തിരി പേരുടെ റിവ്യൂ കണ്ടാൽ മെയിൻ നമ്മൾ ഈ റിസോർട്ട് സെലക്ട് ചെയ്തത്. നല്ല ഫുഡാണ് കേട്ടോ, ഓണസ്റ്റ് റിവ്യൂ തന്നെയാണ്. ലാസ്റ്റ് നൈറ്റ് ഡിന്നറും നല്ല എക്സലൻറ്റ് ഫുഡായിരുന്നു. അതുപോലെ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ്, ഒത്തിരി വെറൈറ്റി ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ WGH പോയട്രിന്ന് യാത്ര പറയാണ്. വെരി നൈസ് ഡീലിംഗ് ആണ്. ഇവിടുത്തെ ഫുഡൊക്കെ എക്സലൻ്റ് ആണ്. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, നല്ല ടേസ്റ്റി ഫുഡാണ്. ഏറ്റവും എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ അവരൊരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടി ഒരു കിറ്റ് തന്നു. ഇറ്റ്സ് വെരി നൈസ് ഡീലിംഗ്. ഞാൻ വേറെ ഒരു റിസോർട്ടിൽ പോയിട്ടും ഇങ്ങനത്തെ ഒരു അനുഭവം ഫസ്റ്റ് ടൈമാണ്. ഭയങ്കര നൈസ് ഡീലിംഗ് ആയിരുന്നു. എൻ്റെ ഫ്രണ്ട് രശ്മി എടുത്ത ഫോട്ടോസിനൊക്കെ അവർ ഒത്തിരി കമൻറ്റൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് സംതിങ് ക്യൂട്ട്, ലൈക്ക് അതുകൊണ്ട് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ യാത്ര തിരിക്കുകയാണ്. ഇനി ട്രിവാൻഡ്രത്തെത്തുമ്പോൾ ഒരു നേരമാവും, നല്ല വെയിലുണ്ട്. ഫുൾ സൺസ്ക്രീനൊക്കെ ഇട്ട് ഫുൾ കവർ ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും സന്ധിക്കും വരെ വണക്കം.